ഹായ്, സുരയ്യാസ് ആർട്ടിസ്റ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാൻ സുരയ്യ ഷാഫി. എന്താണ് വിശേഷം? ഓണമൊക്കെ ഇങ്ങ് അടുത്ത് വന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാം വളരെ വലിയ സന്തോഷം. അപ്പോൾ ഇന്ന് ഞാൻ വരുന്നത് എന്താണെന്നറിയോ? ഒരു പ്രിൻ്റ്, അതായത് നമ്മുടെ കേരള സാരിയിൽ ഒരു ടെക്സ്റ്റൈൽ പ്രിൻ്റ്, ഫാബ്രിക് പെയിൻ്റ് അല്ല. ഫാബ്രിക് പെയിൻറ്റ് ഞാൻ 1-2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു പ്രിൻറ്റിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ പ്രിൻറ്റിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്, പ്രിൻറ്റിങ്ങിൻ്റെ ക്ലാസ്സുകൾ. അപ്പോൾ ഈ ടെക്സ്റ്റൈൽ പ്രിൻറ്റിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ഇതിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം. അതിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി, അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞു തരും. അതുപോലെ തന്നെ അത് വലിയ ക്ലാസ്സൊന്നുമില്ല, ഒരു 3 ക്ലാസ് അത് നമുക്ക് 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഒറ്റ ദിവസം ക്ലാസ് ആണ് ഞാൻ ഡയറക്റ്റ് ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. 2 ദിവസമായിട്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാനത് ഓൺലൈൻ ആയതുകൊണ്ട് ഒരു 3 ക്ലാസ്സായിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഷോർട്ട് പീരിയഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്, എന്നാൽ നല്ല എന്താ പറയുക, നമുക്ക് യൂസ്ഫുള്ളുമാണ്. വലിയ വലിയ ബെഡ്ഷീറ്റ്, വലിയ ഡിസൈൻസ് ചെയ്യാൻ. ഫാബ്രിക് പെയിൻ്റൊക്കെ ആകുമ്പോൾ നമ്മൾ ബ്രഷും പാലറ്റും കളറും ഒക്കെ ആയിട്ട് 1 മാസമൊക്കെ ഇരുന്ന് ചെയ്യേണ്ടുന്ന കാര്യം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് വലിയൊരു ഇതിൽ ചെയ്തെടുക്കാം. അതുപോലെ സാരികളൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ഓരോന്നിനും. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു സ്കിൽ വർക്കല്ലേ, നമുക്ക് ഈ വർക്കും അറിയാം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്ത്, എങ്ങനെ, എപ്പോൾ, സാധനങ്ങൾ എങ്ങനെ കിട്ടും, എന്തൊക്കെ വേണം എന്നുള്ള ഫുള്ള് ഡീറ്റെയിൽ എൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. മറ്റ് ക്ലാസ്സുകൾ, ഫാഷൻ ഡിസൈനിങ്ങും മറ്റും എടുക്കുന്ന അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം എൻ്റെ ക്ലാസ്സുകളെക്കുറിച്ച്. വളരെ ഡീറ്റെയിൽഡ് ആയിരിക്കും എല്ലാം, എവറിത്തിങ്. കാരണം ഒരു സംശയം പോലും ബാക്കി വയ്ക്കാതെയാണ് ഓൺലൈൻ ക്ലാസ്സസ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതല്ല, ഏത് ക്ലാസ്സിനെ കുറിച്ചും അറിയാനായിട്ട് എൻ്റെ ഈ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യൂ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കേരള സാരിയുടെ ഒരു പ്രിൻറ്റിങ്, ഒരു ഡിസൈൻ ഞാനിങ്ങനെ ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനിടയിൽ എൻ്റെ തന്നെ മറ്റ് കുറച്ച് ടെക്സ്റ്റൈൽ പ്രിൻറ്റ് ഡിസൈൻ ചെയ്തതിൻ്റെ ഡിസൈൻസും ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം. ഇതിന് വേണ്ടുന്ന ഒരു എന്താ പറയുക, ഒരു പേസ്റ്റ്. അപ്പോൾ ഈ പേസ്റ്റ് ബൈൻഡർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ തുണിയിലൊക്കെ പിടിച്ചിരിക്കാനായിട്ടുള്ള ഒരു സാധനം അതിൽ ചേർക്കും, ഒരു ഡ്രോപ്പായിട്ട് 2-3 തുള്ളിയൊക്കെ. അപ്പോൾ അതും ചേർത്ത ശേഷമാണ് നമുക്ക് ആവശ്യമുള്ള കളറുകൾ അതിലേക്ക് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റ്, ഈ ബൈൻഡറാണ് ഇതിൻ്റെ മെയിൻ സാധനം. അതിലേക്ക് കളറും അതിന് വേണ്ടുന്ന ഫിക്സിങ് ഏജൻറ്റും ചേർത്തുകൊണ്ട് നമ്മളിതിനെ മിക്സ് ചെയ്യും. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഗ്രീനും ഓറഞ്ചുമാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ 2 കളറും വെച്ചിട്ടാണ് ഞാനിതിൽ പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്യണം ഇതിനെ, ആ വൈറ്റ് എല്ലാം ഈ കളറിൽ ചേർന്ന് വരണം. ഈ കാണുന്നതൊക്കെയാണ് ഇതിൻ്റെ ഇപ്പം മരുന്നുകളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്ന ഈ ഒരു സാധനങ്ങളാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. ഈ ഡിസൈൻസ് ഇങ്ങനെ വരുന്ന ഫ്രെയിം, ഇപ്പോൾ ഓരോ ഫ്രെയിമിലും ഓരോ ഡിസൈൻ. ഇപ്പോൾ ഇതിൽ ഈ കാണിക്കുന്ന ഈ മാങ്ങയുടെ ഷേപ്പ് തന്നെയാണ് ഞാൻ ഈ സാരിയിലേക്ക് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു പ്രിൻറ്റും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു പ്ലീറ്റ് എടുത്ത് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ഒരു മിക്സ് ചെയ്ത കളർ എടുത്ത് വയ്ക്കുകയാണ്. അതിനുശേഷം ഞാനിങ്ങനെ അതിനെ വലിച്ച് സ്ക്യൂ ചെയ്ത് കൊണ്ടുവരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിഷയങ്ങൾ നമ്മൾ അതിൻ്റെ ക്ലാസ്സിലേക്ക് തരും. കണ്ടോ? അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ ഒരു പ്രിൻ്റ്, ഒരു ഔട്ട്ലൈൻ മാതിരി ഞാനിങ്ങനെ ഒരു പ്രിൻ്റ് അതിൽ കൊടുത്തേക്കാണ്. ഇതിൻ്റെ ബാക്കിൽ ഞാൻ അല്ലാതെ ചെയ്ത ഡിസൈൻസ് കാണാൻ പറ്റും, അതിലും നിങ്ങൾക്കിതൊക്കെ കാണാൻ പറ്റും. ഞാൻ അതുപോലെ ഒരു പ്രാവശ്യം കൂടി കൊടുക്കുകയാണ്. അടുത്ത് തന്നെ ഒരു ഡിസൈൻ കൂടി കൊടുക്കുന്നു. അടുത്ത് ഞാൻ രണ്ടാമത്തേത് ഈ ഗ്രീൻ വെച്ചിട്ട് അതിനകത്ത് തന്നെ അതേ ഫ്രെയിം വെച്ചുകൊണ്ട്, ആ ഡിസൈൻ വെച്ചുകൊണ്ട്, ആ ഫ്രെയിം അല്ല, ആ ഡിസൈൻ വെച്ചുകൊണ്ട് ഞാൻ വീണ്ടും അതിൽ ഗ്രീൻ അപ്ലൈ ചെയ്യുകയാണ്. അങ്ങനെ ഞാൻ 2 ഷെയ്ഡാക്കിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പം ഇത് നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതേ കണ്ടോ? അപ്പോൾ ഓറഞ്ചും ഗ്രീനും കൂടിയാണ് ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ ഈ ഒരു ബഞ്ചിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരെണ്ണത്തിൽ കൂടി കൊടുത്താൽ അത് കഴിയും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മാങ്ങയുടെ ഡിസൈന് ഇങ്ങനെ ചെയ്ത് അവിടെയായിട്ട് പല്ലവിൻ്റെയും നമ്മളുടെ ഉടുക്കുന്ന സൈഡിലൊക്കെ ചെയ്യുന്നത്.
കണ്ടോ, ഭംഗിയുണ്ടല്ലേ? അപ്പോൾ അടുത്ത് മൂന്നാമതും ഞാൻ ഉപയോഗിക്കുന്നത് ഓറഞ്ച് തന്നെ. വേണമെങ്കിൽ നമുക്ക് മറ്റൊരു കളറൊക്കെ കൊടുക്കാം, പക്ഷെ ഞാൻ ഈ 2 കളർ മതി. കാരണം നേരിയത് സാരി പോലുള്ള ഓണം സാരിയൊക്കെ ആകുമ്പോൾ ഒത്തിരി കളർഫുള്ളായിട്ട് ഇങ്ങനെ വരണ്ടെന്ന് വിചാരിച്ചിട്ട്, പ്രത്യേകിച്ച് ഒത്തിരി കസവൊക്കെ ഉള്ളൊരു സാരിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ 2 കളർ മാത്രം തന്നെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതേ ഇപ്പം കണ്ടല്ലോ. ഇനി ഞാൻ അവിടെയായിട്ട് ഈ മാങ്ങയുടെ ഒരു ഡിസൈന് അവിടെയായിട്ട്, അതായത് ഫ്രണ്ട് ലെയറിൽ, ഇപ്പം ലെയറായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഫ്രണ്ട് ലെയറിൽ വരുന്ന വിധത്തിൽ ഞാൻ ഒരു മാങ്ങയുടെ ഡിസൈൻ ഓറഞ്ചും ഗ്രീനും തന്നെ വേണ്ടോ ഇങ്ങനെ സിംഗിളായിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് 2 ടൈപ്പാണ് കേട്ടോ. ഗ്രീൻ കൊടുത്തിരിക്കുന്ന ഡിസൈൻ വേറെയും ഓറഞ്ച് കൊടുത്തിരിക്കുന്ന ഡിസൈൻ വേറെയുമാണ്. അങ്ങനെ 2 മാങ്ങയുടെ ഡിസൈനാണ്. അപ്പം പെട്ടെന്ന് ഞാനിത് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഡ്രയർ വെച്ചിട്ട് ഉണക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു 10-20 മിനിറ്റൊക്കെ മതി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഡിസൈൻ ഉണങ്ങി കിട്ടാനായിട്ട്. അപ്പോൾ സഡനായിട്ട് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രയർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഡിസൈൻ അവിടെയായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. കണ്ടോ, ആ ഒരു പല്ലവിൻ്റെ ഇങ്ങോട്ടുള്ള ഒരു ഏരിയ നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാം. ഫുള്ളായിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ബെഡ്ഷീറ്റ്, ടേബിൾ റണ്ണർ, അല്ലെങ്കിൽ സോഫയുടെ ബാക്ക് കുഷൻ കവറുകൾ, അങ്ങനെ എന്ത് വേണമെങ്കിലും. ഇപ്പോൾ ബെഡ് റണ്ണറൊക്കെ ഭയങ്കര ഫാഷനാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് നല്ലതായിട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ക്ലാസ്സിൽ വരും. വളരെ ചെറിയ ക്ലാസ്സാണ് കേട്ടോ. ഒരു 2-3 സെഷനായിട്ട് അതിനെ അതായത് ഫുൾ ഡീറ്റെയിൽ ഉള്ളത് കൊണ്ടാണ്. ഒറ്റ ക്ലാസ്സിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം, പക്ഷേ അത് വളരെ ഡീറ്റെയിൽഡായിട്ട് എടുക്കുന്നത് കൊണ്ട് ഒരു 2-3 ക്ലാസ്സായിട്ട് എടുക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഒത്തിരി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ ഇതിലെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നുണ്ടല്ലോ. ഒരുപാട് കുട്ടികൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ UAE-യിൽ തന്നെ. ഈ ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താണെന്നറിയോ? നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ മാത്രം എടുത്തുകൊണ്ട് വേണ്ടുന്നപ്പോൾ ഇത് ചെയ്യാം. നമ്മളിപ്പോൾ ഈ ഇതിൽ വലിയ ഡിസൈൻസൊക്കെ നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി കൊണ്ട് ചെയ്യാനോ ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് നമുക്ക് വലിയ ഡിസൈൻസ് നമുക്കുള്ള ഡൈനിങ് ടേബിളിലോ എന്തിലെങ്കിലും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒത്തിരി ഡിസൈൻസ് ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്തെടുക്കാം. ഇഷ്ടപ്പെട്ട ഡിസൈൻ, ഇഷ്ടപ്പെട്ട കളറ് നമ്മൾ തന്നെയല്ലേ നിശ്ചയിക്കുന്നത് എന്താണ് വേണ്ടതെന്ന്. അപ്പോൾ അത് തന്നെയാണ് ഈ ടെക്സ്റ്റൈൽ പ്രിൻറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ കാര്യവും. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിയാൽ ഒത്തിരി വർഷങ്ങൾ, അതായത് 5-6 വർഷങ്ങൾ തന്നെ നമുക്കത് വെച്ചിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സാധനങ്ങൾ കളക്ട് ചെയ്യുന്നത് വാങ്ങുന്നതൊന്നും വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. വാങ്ങിയാൽ പെട്ടെന്ന് ചീത്തയായി പോകുമോ, തുറന്നിട്ട് പിന്നെ നമുക്ക് അടച്ചു വെക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിൻ്റെയും ആൻസർ, അല്ലെങ്കിൽ എന്താണ് വേണ്ടത്, എന്ത് വാങ്ങിക്കൂടാ, എന്ത് വാങ്ങണം, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് കളർ മാത്രമാണോ ഇത് പറ്റുന്നതെന്ന ചോദ്യം ഉണ്ടെങ്കിൽ അങ്ങനെയല്ല. നമുക്കിപ്പോൾ ബ്ലാക്ക്, ബ്രൗണിലൊക്കെ പ്യുവർ വൈറ്റ് ഡിസൈൻസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത് ഇത് പഠിച്ചിട്ട് ബെഡ്ഷീറ്റൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഒത്തിരി സ്റ്റുഡൻസ് അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടാണെങ്കിലും ഷോൾഡറിൽ ഡിസൈൻ കൊടുക്കുക, കയ്യിൽ ഡിസൈൻ കൊടുക്കുക, അങ്ങനെയൊക്കെ. അതുപോലെ ഇത് പഫി ആയിട്ട് കുറച്ച് പൊങ്ങി നിൽക്കുന്ന വിധത്തിൽ ചെയ്യാം. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് കളറിലും, അതുപോലെ സിന്തറ്റിക്, ഷിഫോൺ, എന്ത് തുണി, ഏത് കാറ്റഗറിയിലാണ് ആ തുണി വരുന്നത്, ഏത് തുണിയിലും നമുക്കിതെല്ലാം അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കോട്ടണിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബ്യൂട്ടി കൂടുതലാണ് എന്നുള്ളത് ഒരു സത്യമാണ്. ചെയ്യാൻ ഈസി ആയിട്ടുള്ളത് കോട്ടണിലാണ് എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാ തുണിയിലും അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ വേർഷൻ ഇതിൽ കാണിക്കുന്നുണ്ട് ക്ലാസ്സിലോട്ട്. ഇപ്പം ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത സാരിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ നമ്മുടെ റോസിന് തന്നെയാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താഴെ കാണുന്ന ഏരിയ എവിടെയൊക്കെ വേണം അവിടെ എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാനത് താഴെ പ്ലീറ്റ്സിൻ്റെ താഴ്ഭാഗത്ത് ഒരു സ്ഥലത്ത് 2-3 ഡിസൈൻ കൊടുത്തു. പിന്നെ എല്ലാം ഞാൻ ഫ്രണ്ട് ലെയറിലാണ് കൊടുത്തിരിക്കുന്നത്.
അതുപോലെ തന്നെ ഞാൻ വലിയ ഡിസൈൻ 2 കൊടുത്തിരിക്കുന്നത് പ്ലീറ്റ് എടുത്ത് കൊടുക്കണമെന്ന് തോന്നുവാണെങ്കിൽ ആ ഒരു വലിയ ഡിസൈൻ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ 2 പില്ലോ കവറിൽ ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പം നിങ്ങൾ ഈ കാണുന്നത്. ഈ ചെക്ക് ഡിസൈനിൽ 2 പില്ലോ കവർ ചെയ്തു. കാരണം അതിൻ്റെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ബാക്കി വന്നതുകൊണ്ട് ഞാനതെടുത്ത് അതിലും കൂടി പില്ലോ കവറിലും കൂടി കൊടുത്തതാണ്. അതുപോലെ ഇതിൻ്റെ ബ്ലൗസ്, സെറ്റ് സാരിയുടെ ബ്ലൗസിൻ്റെയും കയ്യിലൊരു ഡിസൈനും കയ്യിൽ ഒരു ഓറഞ്ചും ബാക്ക് സൈഡിൽ ഒരു പച്ചയുടെ ഒരു മാംഗോ ഡിസൈനും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ നേരത്തെ പഫി ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ ഒരു ഡിസൈനാണ് ഞാനിതാ ഇപ്പം ഈ കാണിക്കുന്നത്. ഈ ഗ്രീനിനകത്ത് കാണുന്ന ഈ ഔട്ട്ലൈൻസ് കണ്ടോ, ഇത് പഫിയാണ്, പൊങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ബാറ്റർ നമ്മൾ റെഡിയാക്കണം, അതിൻ്റെ ഒരു പഫി ആയിട്ടുള്ള പെയിൻറ്റ് വെച്ചിട്ട്. അപ്പോൾ അതാണ് ഇതൊക്കെ ഒരു 3D ഇഫക്റ്റിൻ്റെ നമ്മൾ മുന്നേ ഞാനൊരു ചെയ്ത ഒരു വർക്കാണ് കണ്ടത്. ഇതിൽ ഇനി നമുക്ക് ഗ്ലിറ്റർ വേണം. ഗ്ലിറ്റർ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഇപ്പം ഈ കാണുന്നത് ഒരു ഗ്ലിറ്ററാണ്. അങ്ങനെ ഗ്ലിറ്റർ വെച്ചിട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ പറയുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും വാങ്ങണ്ട, ആവശ്യമുള്ളത് മാത്രം വാങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നത്. എല്ലാ മെറ്റീരിയൽസും വാങ്ങാൻ ഞാൻ പറയാറില്ല. ഇപ്പം ഈ കാണുന്ന ബട്ടർഫ്ലൈ ഉണ്ടല്ലോ, ഇതും പഫി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അത് ഞാനിവിടെ ഓൾ ഡെക്കറായിട്ട് ഫ്രെയിം ചെയ്തും വെച്ചിട്ടുണ്ട്. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ മുന്നേ ചെയ്ത ചില ഡിസൈൻസാണ്. ഇപ്പോൾ ഈ കോപ്പർ, ഗോൾഡ് എന്ത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു ഡിസൈൻസ്. കണ്ടല്ലോ നമ്മുടെ ടെക്സ്റ്റൈൽ പ്രിൻ്റ് എങ്ങനെയുണ്ടെന്ന്. ഇതിനെക്കുറിച്ച് അറിയേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ അതും നിങ്ങൾക്ക് കാണാനും കേൾക്കാനുമായിട്ട് വേണ്ടിയാണ് ഇത്രയും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ആ ഒരു കേരള സാരി ചെയ്ത് കാണിച്ചത്. അപ്പോൾ കൂടുതൽ അറിവിനായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യൂ. അതുപോലെ തന്നെ സുരയ്യാസ് ആർട്ടിസ്റ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൊടുക്കണം. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മുന്നിൽ എത്തും. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരാം. നിങ്ങൾ കാണാനും ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ.